നമ്മളെല്ലാവരും ആമസോൺ, ഫ്ലിപ്കാർട്ട്, മിന്ത്ര, എജിയോ പോലുള്ള ഇ-കൊമേഴ്സ് വെബ്സൈറ്റുകളിൽ നിന്നും സാധനങ്ങൾ വാങ്ങുന്നവരായിരിക്കും. ഇത്തരത്തിൽ നിങ്ങൾ വാങ്ങുന്ന സാധനങ്ങൾക്ക് 5-10% വിലക്കുറവിൽ നമുക്ക് ലഭിക്കുന്നതിനുള്ള ഒരു ആപ്ലിക്കേഷനാണ് ക്യാഷ് കരോ. അതായത് ക്യാഷ് കരോ എന്ന് പറയുന്ന ആപ്ലിക്കേഷനിലൂടെ നമുക്ക് ലഭിക്കുന്ന കൂപ്പണുകളും ആമസോൺ, മിന്ത്ര പോലുള്ള ആപ്ലിക്കേഷനുകളിലെ ഓഫറുകളും നമുക്ക് ക്യാഷ് കരോ ആപ്ലിക്കേഷനിൽ കാണാൻ സാധിക്കുന്നതാണ്. നമ്മൾ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് സാധനങ്ങൾ വാങ്ങുമ്പോൾ കിട്ടുന്ന ലാഭത്തിന് പുറമെയാണ് ഈ ക്യാഷ് ബാക്ക് ആയിട്ട് നമുക്ക് പണം ലഭിക്കുന്നത്. ഈ പണം നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് 250 രൂപ മിനിമം ആകുമ്പോൾ ക്രെഡിറ്റ് ആക്കാൻ, അതായത് നമ്മുടെ വിഡ്രോവൽ ചെയ്ത് ബാങ്ക് അക്കൗണ്ടിലേക്ക് എടുക്കാൻ സാധിക്കുന്നതാണ്. എന്തായാലും ഓൺലൈനായി സാധനങ്ങൾ വാങ്ങുന്നവർക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ തീർച്ചയായും പ്രയോജനപ്പെടും. അപ്പോൾ എങ്ങനെയാണ് ക്യാഷ് കരോ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് രജിസ്റ്റർ ചെയ്ത് ഉപയോഗിക്കേണ്ടതെന്ന് നമുക്ക് നോക്കാം. ആദ്യമായി ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്ലിക്കേഷൻ ഇതുപോലെ ഇൻസ്റ്റാൾ ചെയ്യാം. ഇൻസ്റ്റാൾ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് നമുക്ക് ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാം. വളരെ വേഗത്തിൽ തന്നെ ആപ്ലിക്കേഷൻ നമ്മുടെ ഫോണിലേക്ക് ഇൻസ്റ്റാൾ ആവുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം നമുക്കവിടെ വലത് സൈഡ് ഓപ്പൺ എന്ന് പറഞ്ഞ ബട്ടൺ ഒന്ന് കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്ത് നമുക്കൊന്ന് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്യുമ്പോൾ ഇത്തരത്തിലായിരിക്കും മെയിൻ ഇൻ്റർഫേസ് വരുന്നത്. ഇവിടെ നമുക്ക് ജോയിൻ ഫ്രീ എന്ന് പറഞ്ഞിട്ട് നമുക്ക് വലത് സൈഡ് താഴെ ഒരു ഓപ്ഷൻ കാണാം. അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഫോണിൽ നമ്മുടെ മൊബൈൽ നമ്പർ അവിടെ ഓട്ടോമാറ്റിക്കായിട്ട് വന്നിട്ടുണ്ടാവും. നമ്മുടെ പേരും അവിടെ വരും. അല്ലെങ്കിൽ നിങ്ങൾക്ക് അവിടെ താഴെ യൂസ് അനദർ മൊബൈൽ നമ്പർ എന്ന് പറഞ്ഞിട്ട് നമുക്കിഷ്ടമുള്ള നമ്മുടെ 2 സിം ഉണ്ടെങ്കിൽ അതിലുള്ള ഒരു സിം നമുക്ക് ഉള്ള നമ്പർ സെലക്ട് ചെയ്ത് കൊടുക്കാം. അല്ലെങ്കിൽ നമുക്ക് ആദ്യം തന്നെ നമ്മുടെ ഒരു മൊബൈൽ നമ്പർ അവിടെ വന്നിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ അതിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് ജോയിൻ ചെയ്യാം. ഇനി നമ്മൾ മറ്റൊരു നമ്പറാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നമുക്ക് ഫേസ്ബുക്ക് വഴിയും ഇതിലൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം. അല്ല എങ്കിൽ നമുക്ക് നമ്മുടെ പേര്, ഇമെയിൽ അഡ്രസ്സ്, പാസ്വേഡ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം നമുക്കവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെയാണ് വരുന്നതെങ്കിൽ നിങ്ങൾ ഇമെയിൽ ഐ ഡിയും പാസ്വേഡും മൊബൈൽ നമ്പറും ഒക്കെ ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ആ റെഫറൽ കോഡ് എന്ന് പറയുന്നത് ഞാനിവിടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അത് വേണമെങ്കിൽ നിങ്ങൾക്ക് അവിടെ പേസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഇനി റെഫറൽ കോഡ് ചെയ്തില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല. അപ്പോൾ നമ്മൾ ഇത്രയും ചെയ്തതിന് ശേഷം ഗെറ്റ് OTP എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്ത് നമുക്ക് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യാം. അപ്പോൾ ഞാൻ ഇപ്പോൾ ഫേസ്ബുക്ക് വഴിയല്ല, ഞാൻ നേരത്തെ അക്കൗണ്ട് ഓപ്പൺ ചെയ്തു. അപ്പോൾ നമുക്കിവിടെ നേരത്തെ ഉള്ളത് കൊണ്ട് ആ മൊബൈൽ നമ്പർ അവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ മൊബൈൽ നമ്പർ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ആപ്ലിക്കേഷൻ ഓണായി വരും. ഇതുപോലെയാണ് ആപ്ലിക്കേഷൻ ഓണായി വരുന്നത്. അതായത് നമുക്ക് ലോഗിൻ ചെയ്യാൻ വരുന്നത്. ഫസ്റ്റ് തന്നെ നമുക്കിങ്ങനെ കുറേയധികം പരസ്യങ്ങൾ വരും. അതെല്ലാം നമുക്ക് ഓരോ ഓഫറുകളാണ്. അപ്പോൾ നമുക്കിങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ കാണാം ആമസോൺ, മിന്ത്ര തുടങ്ങിയ വെബ്സൈറ്റുകളിൽ നിന്നും സാധനങ്ങൾ വാങ്ങുന്നതിന് ഓരോ 10% നമുക്കിങ്ങനെ ഇളവുണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് അതിലൊന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഏൺ അപ് ടു 10.5% റിവാർഡ്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അത് ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള ആമസോൺ വെബ്സൈറ്റിലേക്ക് പോവുകയും ഇനി നമുക്ക് അവിടെ നിന്ന് എന്ത് സാധനങ്ങൾ വാങ്ങിക്കഴിഞ്ഞാലും നമുക്ക് ഈ ആമസോണിൽ തന്നെ നമുക്ക് ഓഫർ കിട്ടുകയും ചെയ്യും. ഇതിൻ്റെ 10% ഈ ക്യാഷ് കരോ ആപ്ലിക്കേഷനകത്ത് വരുന്നതാണ്. അപ്പോൾ നമുക്ക് ഏറ്റവും താഴെയായിട്ട് റെഫറൽ ഏൺസ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടിയിട്ടുള്ള ഏണിങ്സ് കാണാം. അതുപോലെ എനിക്കിവിടെ ഇതുവരെ ഒന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ ഞാൻ ഇതിപ്പോൾ ആപ്ലിക്കേഷൻ ജസ്റ്റ് ഓപ്പൺ ചെയ്തതേ ഉള്ളൂ. അപ്പോൾ ഏറ്റവും മുകളിൽ വലത് സൈഡ് ടോട്ടൽ ഏണിങ്സ് എന്നുള്ളടത്ത് നമുക്ക് കിട്ടിയിട്ടുള്ള വരുമാനമെല്ലാം കാണാം. അപ്പോൾ നമുക്കിങ്ങനെ താഴോട്ടൊക്കെ സ്ക്രോൾ ചെയ്ത് നോക്കിയാൽ ഓരോ സാധനത്തിൻ്റെ വിലയും അതിൽ എത്ര രൂപ നമുക്ക് ക്യാഷ് ബാക്കായിട്ട് നമ്മുടെ ആപ്പിലേക്ക് വരും, അതിനുശേഷം നമുക്ക് ബാങ്ക് അക്കൗണ്ടിലേക്ക് മാറ്റാം എന്നുള്ള കാര്യങ്ങളെല്ലാം അവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കിത് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും എന്തായിരുന്നാലും നിങ്ങൾക്ക് സാധനങ്ങൾ വാങ്ങുമ്പോൾ ചെറിയൊരു പൈസയെങ്കിലും കുറഞ്ഞ് കിട്ടുന്നത് വളരെ നന്നായിരിക്കും, ലാഭകരമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ നമുക്ക് ഈ സാധനങ്ങളൊക്കെ വാങ്ങാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ഈ ആപ്ലിക്കേഷൻ തീർച്ചയായും ഉപയോഗിക്കുക.